പ്രിയപ്പെട്ട പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികളെ, പൊളിറ്റിക്കൽ സയൻസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിന്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിന്റെ സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ അഥവാ 11ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് രാഷ്ട്രീയം, എന്താണ് രാഷ്ട്രീയ സിദ്ധാന്തം, എന്തിനാണ് നമ്മൾ രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കേണ്ടി വരുന്നത് എന്നീ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിന്റെ പേരാണ് പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. രാഷ്ട്രീയ സിദ്ധാന്തം ഒരു ആമുഖം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പൊ നമ്മൾ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് അതിലെ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് പൊളിറ്റിക്സ്, എന്താണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്. എന്നാൽ കൃത്യമായ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു നിർവചനം അതിന് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള സങ്കീർണമായ ഒരു കാര്യമാണ്. നമുക്കെല്ലാവരും പറയാറുള്ളത് രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യുന്നതിനെ എല്ലാം രാഷ്ട്രീയം എന്ന് പറയാറുണ്ട്. ജനസേവനത്തെ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയാറുണ്ട്. വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് ആളുകളുടെ ഇടയിലൂടെ നടക്കുന്ന ആളുകൾ രാഷ്ട്രീയ പ്രവർത്തകരാണെന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ രാഷ്ട്രീയത്തെ നമ്മൾ നിർവചിക്കാറുണ്ട്. നമുക്ക് പഠനത്തിന് വേണ്ടിയിട്ട് നമുക്ക് രാഷ്ട്രീയത്തെ ഈ ഒരു രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. പൊളിറ്റിക്സ് ക്യാൻ ബി ഡിഫൈൻ ആസ് ആക്ച്വൽ പ്രോസസ് ഓഫ് കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, കോഓപ്പറേഷൻ ഇൻ സൊസൈറ്റി ഫോർ പവർ. അധികാരം നേടിയെടുക്കുന്നതിന് വേണ്ടി സമൂഹത്തിൽ നടത്തുന്ന സംഘടനകളുടെയും സംഘർഷങ്ങളുടെയും സഹകരണങ്ങളുടെയും ആകെത്തുകയാണ് നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്മാർ തമ്മിലുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളെയും നമുക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നു. ആ രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അധികാരം നേടിയെടുക്കുക എന്നുള്ളതാണ്. അത് ഗവൺമെന്റിന്റെ അധികാരം എന്ന് മാത്രമല്ല, നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുള്ള കുടുംബത്തിന്റെ മുകളിലുള്ള അധികാരമാകാം, ക്ലാസ്സിലുള്ള അധികാരമാകാം, അതല്ലെങ്കിൽ നാട്ടിലുള്ള അധികാരങ്ങളാവാം. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള അധികാര ബന്ധങ്ങളെ കുറിച്ചുമുള്ള പറയുന്ന ആശയമാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതല്ലാതെ രാഷ്ട്രീയ പ്രവർത്തകര് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന വെള്ളത്തുണിയും വെള്ളക്കുപ്പായൊക്കെ ഇട്ട് നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മന്ത്രിമാരെ അല്ലെങ്കിൽ MLA-മാരെ മാത്രമല്ല നമ്മൾ അവർ ചെയ്യുന്ന പ്രവൃത്തിയെ മാത്രമല്ല നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമ്മൾ പഠിക്കുന്നത് പൊളിറ്റിക്സ് അല്ല, നമ്മൾ പഠിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പോൾ പൊളിറ്റിക്സും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതും കൂടെ നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അധികാരം നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ സമൂഹത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളെയും, അതിൽ സംഘടനകൾ ഉണ്ടാകാം, മത്സരങ്ങൾ ഉണ്ടാകാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം ഉണ്ടാകാം. ഇതിനെല്ലാം ടോട്ടലായിട്ട് നമുക്ക് രാഷ്ട്രീയം എന്ന് പറയും. ഈ രാഷ്ട്രീയത്തെ ഒരു വിഷയമായി പഠിക്കുന്നതിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ് എന്നാണ് പറയുന്നത്. അതായത് രാഷ്ട്രീയത്തെ ഒരു വിഷയമായി സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ട് പഠിക്കുന്നതിനെയാണ് പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ രാഷ്ട്രമീമാംസ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. രാഷ്ട്രീയ സിദ്ധാന്തം എന്താണെന്നുള്ളതാണ്. സിദ്ധാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ
തെളിയിക്കപ്പെട്ടിട്ടുള്ള പ്രൂഫ് ചെയ്തിട്ടുള്ള ഐഡിയാസിനെയാണ് നമ്മൾ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ രാഷ്ട്രീയത്തിലും ഗവൺമെന്റുമായി ബന്ധപ്പെട്ടും അധികാരങ്ങളുമായി ബന്ധപ്പെട്ടും ഭരണഘടനകളുമായി ബന്ധപ്പെട്ടും നീതിയുമായി ബന്ധപ്പെട്ട് സമത്വവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. നിരവധി ആശയങ്ങളെ അതിൽ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള സിദ്ധാന്തങ്ങളെയാണ് നമ്മൾ പൊളിറ്റിക്കൽ തിയറീസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് പൊളിറ്റിക്കൽ തിയറി? പൊളിറ്റിക്കൽ തിയറി ഈസ് ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ ഐഡിയാസ് ആൻഡ് വാല്യൂസ് ലൈക്ക് ജസ്റ്റിസ്, പവർ ആൻഡ് ഡെമോക്രസി that we use to describe, understand, and access political practice and institutions. ഇതിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത്. ഇതൊരു നമ്മുടെ രാഷ്ട്രീയ ആശയങ്ങളെയും വാല്യൂസിനെയും കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് അധികാരം, പവേഴ്സ്, അതുപോലെ തന്നെ ജസ്റ്റിസ്, നീതി, ഡെമോക്രസി, ഇതിനെയൊക്കെ നമുക്ക് പറയാം. ഇവയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നതിന് ആവശ്യമായ ഐഡിയാസിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത്. രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ നാം എന്താണ് പഠിക്കുന്നത്? വാട്ട് ഡു വി സ്റ്റഡി ഇൻ പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്? രാഷ്ട്രീയ സിദ്ധാന്തം ഒരൊറ്റ രാത്രി കൊണ്ട് ഉയർന്നു വന്ന ഒരു ആശയമല്ല. അനേകം ചിന്തകന്മാരുടെയും കാലാകാലങ്ങളായിട്ടുള്ള നടത്തിയിട്ടുള്ള ചർച്ചകളിലൂടെയും പഠനങ്ങളിലൂടെയുമാണ് ഓരോ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളും രൂപപ്പെട്ടു വന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ സിദ്ധാന്ത ആശയങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് എന്നുള്ളത്. കൗഡല്യ, അരിസ്റ്റോട്ടില് മുതല് റൂസോ വരെയുള്ളവരും, അതുപോലെ തന്നെ മാർക്സ്, ഗാന്ധിജി, ഡോക്ടർ അംബേദ്കർ തുടങ്ങിയവരൊക്കെ ഈ രാഷ്ട്രീയ സിദ്ധാന്ത ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത്. ഭരണഘടനകള്, ഗവൺമെന്റ്, സാമൂഹിക ജീവിതം എന്നിവയെ രൂപം നൽകുന്നതിന് ആവശ്യമായ ആശയങ്ങളും തത്വങ്ങളുമാണ് രാഷ്ട്രീയ സിദ്ധാന്തം വിശദീകരിക്കുന്നത്. സമത്വം, സ്വാതന്ത്ര്യം, നീതി, ജനാധിപത്യം, മതേതരത്വം തുടങ്ങിയ സങ്കല്പങ്ങളാണ് ഇവിടെ അർത്ഥം ആണ് ഈ രാഷ്ട്രീയ സിദ്ധാന്തം വിശദീകരിക്കുന്നത്. സ്വാതന്ത്ര്യം കൈവരിക്കുകയും ജനാധിപത്യം നടപ്പിലാക്കുകയും ചെയ്ത ഇന്ത്യ രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ വിശകലനത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് സ്വാതന്ത്ര്യമെന്നും എന്താണ് സമത്വമെന്നും എന്താണ് നീതിയെന്നും എന്താണ് ജനാധിപത്യമെന്നും വിശദീകരിക്കാനാണ് രാഷ്ട്രീയ സിദ്ധാന്തം നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ത്യ എന്തിനാണ്? ഇന്ത്യ ഓൾറെഡി ഒരു ജനാധിപത്യ, സ്വാതന്ത്ര്യമുള്ള, സാമൂഹിക നീതിയുള്ള ഒരു രാജ്യമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് രാഷ്ട്രീയ സിദ്ധാന്തത്തിന് വലിയ പ്രസക്തിയുമുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്കതിൽ പ്രധാനമായിട്ട് 4 പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ സിദ്ധാന്തത്തിന് ഏറെ പ്രസക്തിയുണ്ട് എന്ന് തന്നെ പറയാം. അതിന് നാം പലതും പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ നിന്ന് നമ്മൾ പലതും പഠിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒന്നാമതായി ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും സ്വാതന്ത്ര്യവും സമത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് സ്വാതന്ത്ര്യം എന്നും സമത്വം എന്ന് പറയുന്ന ആശയങ്ങളൊക്കെ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. 2, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു. എന്നാൽ ഭരണഘടനയ്ക്ക് എല്ലാ കാലത്തും പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് പറഞ്ഞിരുന്ന സ്വാതന്ത്ര്യത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള സ്വാതന്ത്ര്യങ്ങളാണ് ഇന്ന് നമ്മുടെ വ്യത്യസ്തമായ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു.
അപ്പോൾ നമുക്ക് എന്താണ് രാഷ്ട്രീയ സിദ്ധാന്തം എന്ന് കൃത്യമായി മനസ്സിലായാൽ മാത്രമേ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന സ്വാതന്ത്ര്യം എന്താണ്, സമത്വം എന്താണ്, ജനാധിപത്യം എന്താണ്, മതേതരത്വം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമതായി, ലോകം മാറുന്നതിനനുസരിച്ച് സ്വാതന്ത്ര്യത്തിന് പുതിയ മാനങ്ങളും അതുപോലെ തന്നെ പുതിയ ഭീഷണികളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ഭീഷണികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കുന്നതിനും അതിനെ മനസ്സിലാക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും നമുക്ക് രാഷ്ട്രീയ സിദ്ധാന്തം പഠിച്ചേ തീരും. ഓക്കെ, അപ്പോ നാം എന്തിന് രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കണം? വൈ ഷുഡ് വി സ്റ്റഡി പൊളിറ്റിക്കൽ തിയറി? അങ്ങനെ ഒരു സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നാം എന്തിനാണ് രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കേണ്ടത് എന്ന് പറയുന്ന മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ എന്താണ് രാഷ്ട്രീയം, എന്താണ് രാഷ്ട്രീയ സിദ്ധാന്തം, എന്തിനാണ് നമ്മൾ രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നത് എന്നീ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്. അതിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് വൈ ഷുഡ് വി സ്റ്റഡി പൊളിറ്റിക്കൽ തിയറി? എന്തിനാണ് നമ്മൾ രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നത് എന്നതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ്. എല്ലാ വിദ്യാർത്ഥികളും ഭാവിയിൽ ഒരു തൊഴിൽ തെരഞ്ഞെടുക്കും, അല്ലെങ്കിൽ തെരഞ്ഞെടുക്കേണ്ടി വരും. ഏത് തൊഴിൽ തെരഞ്ഞെടുത്താലും രാഷ്ട്രീയ സിദ്ധാന്തത്തെ കുറിച്ചുള്ള അറിവുകൾ പ്രസക്തമാണ്. നമ്മൾ കണക്ക് പഠിക്കുന്നവരെല്ലാവരും കണക്കിന്റെ മാഷന്മാരാകാറില്ല. പക്ഷെ ബേസിക് ആയിട്ട് നമുക്ക് കണക്ക് അറിഞ്ഞിരിക്കണം പല കാര്യങ്ങളും ചെയ്യുന്നതിന്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരെന്ന നിലയിൽ അവിടുത്തെ ഭരണത്തെക്കുറിച്ചും ഭരണ സംവിധാനങ്ങളെ കുറിച്ചും കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ അവിടെ നമുക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാനും ജീവിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം? രാഷ്ട്രീയ സിദ്ധാന്തത്തെ കുറിച്ച് നമുക്ക് അറിവ് വേണം. നാം ജീവിക്കുന്ന ലോകത്ത്, രണ്ടാമതായി പറയുന്നത്, നാം ജീവിക്കുന്ന ലോകത്ത് രൂപപ്പെടുത്തുന്ന രാഷ്ട്രീയ ആശയങ്ങളെ കുറിച്ചും സ്ഥാപനങ്ങളെ കുറിച്ചും അറിവ് ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാൻ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഓരോ ഗവൺമെന്റിനെ കുറിച്ചും ഗവൺമെന്റിന്റെ നടപടികളെ കുറിച്ചും നിയമങ്ങളെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കും. മൂന്നാമതായി, രാഷ്ട്രീയ കാരണങ്ങളെ കുറിച്ചും നമ്മുടെ ആശയങ്ങളെ കുറിച്ചും വികാരങ്ങളെ കുറിച്ചും പരിശോധിക്കുന്നതിനും രാഷ്ട്രീയ സിദ്ധാന്തം പ്രോത്സാഹനം നൽകുന്നു. നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും നമ്മുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാനും ഒക്കെ രാഷ്ട്രീയ സംവിധാനങ്ങളിലൂടെ സാധിക്കുന്നു. ഒരു ഗവൺമെന്റ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനും ഗവൺമെന്റ് നമുക്ക് എതിരായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉന്നയിക്കാനും നമുക്ക് രാഷ്ട്രീയ സിദ്ധാന്തം, ആ വിഷയം മനസ്സിലാക്കാൻ മാത്രമേ നമുക്ക് അതിനെതിരെ പ്രതിഷേധിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. നാലാമത്, രാഷ്ട്രീയ സങ്കല്പങ്ങൾക്കനുസരിച്ച് ചിട്ടയോടെ ചിന്തിക്കാൻ രാഷ്ട്രീയ സിദ്ധാന്തം പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മള് രാഷ്ട്രീയ സിദ്ധാന്തം നമുക്ക് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാവിയിൽ എന്ത് വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഭൂതകാലത്ത് എന്ത്, ഇപ്പോ എന്ത്, ഇനി നാളെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് മനസ്സിലുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത്രയുമാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ എന്ന് പറയുന്നത്. അപ്പം ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് എന്താണ് രാഷ്ട്രീയം, എന്താണ് രാഷ്ട്രീയ സിദ്ധാന്തം, എന്തിനാണ് നമ്മൾ രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നത് എന്നീ പോയിന്റ്സുകളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.